ഞങ്ങളൊരു നീണ്ട യുദ്ധത്തിന് തയ്യാറാണ് എന്ന് ഇറാൻ പ്രഖ്യാപിക്കുന്നത് എന്ത് ആത്മവിശ്വാസത്തിലായിരിക്കും? ഇറാൻ്റെ ആത്മവിശ്വാസം ഏറ്റവും പ്രധാനം ധാർമ്മികമായൊരു ആത്മവിശ്വാസമാണെന്നാണ് വിചാരിക്കുന്നത്. കാരണം അന്യായമായ ഒരു യുദ്ധമാണ് അടിച്ചേൽപ്പിക്കപ്പെട്ടിരിക്കുന്നത്. അതിനെതിരെ പൊരുതുക എന്നുള്ളതല്ലാതെ അവരെ സംബന്ധിച്ചിടത്തോളം കീഴടങ്ങുക എന്നുള്ളത് സാമാന്യമായിട്ട് തന്നെ ഏതെങ്കിലും ഒരു സെൽഫ് റെസ്പെക്റ്റുള്ള ഒരു ജനസമൂഹമോ രാഷ്ട്രമോ അംഗീകരിക്കുന്ന കാര്യമല്ല. ഇറാനാകട്ടെ സവിശേഷമായി അവിടുത്തെ ഇറാനിയൻ പേർഷ്യൻ ദേശീയത എന്നുള്ളത്, അതേപോലെ അമേരിക്കക്കെതിരായിട്ടുള്ള ചെറുത്തുനിൽപ്പ് എന്നുള്ളത് അവരുടെ നാഷണൽ ഐഡൻറ്റിറ്റിയുടെ ഭാഗമാണ്. 1979 ഇസ്ലാമിക് റവല്യൂഷൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാവം തന്നെ അമേരിക്കൻ വിരുദ്ധതയും ഇസ്രായേൽ വിരുദ്ധതയുമാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കെ തങ്ങളുടെ മേൽ ഒരു യുദ്ധം അടിച്ചേൽപ്പിക്കപ്പെടുന്നു, തങ്ങളുടെ ആത്മീയ നേതാവിനെ കൊല ചെയ്യുന്നു, തങ്ങളുടെ സൈനികരെ കൊല ചെയ്യുന്നു. അങ്ങനെയുള്ളൊരു സന്ദർഭത്തിൽ പരമാവധി പൊരുതുക എന്നുള്ളത് തന്നെയാണ് ഇറാനെ സംബന്ധിച്ചിടത്തോളം അവരുടെ മുമ്പിലുള്ള ഒരേ ഒരു ചോയ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതിലവർ പരമാവധി അവരുടെ കയ്യിലുള്ള അവസാനത്തെ ആയുധവും എടുക്കുക. ഇപ്പോൾ അവർ നയിക്കുന്നത് ഒരു കൺവെൻഷണൽ വാറാണ്. ഇത് ട്രംപ് പറഞ്ഞതുപോലെ, ട്രംപ് ചില സമയങ്ങളിൽ അവകാശപ്പെട്ടതുപോലെ ഗ്രൗണ്ട് ഫോഴ്സ് US മറീൻസ് ഇറാനിൽ പ്രവേശിക്കുകയും ഒരു കരയുദ്ധം ആരംഭിക്കുകയും ചെയ്താൽ നോക്കൂ, ഈ കൺവെൻഷണൽ വാർഫെയർ മാറും, അതിൻ്റെ ഡൈനാമിക്സ് മാറും. നമ്മൾ മുമ്പ് അഫ്ഗാനിൽ കണ്ടതുപോലെ നമുക്കറിയാം, അഫ്ഗാനിൽ എന്താണ് ഈ താലിബാൻ റെജീമിനെ മറിച്ചിടാൻ വേണ്ടി US ചെയ്തത്. ആദ്യം ഇതേപോലെ ഏരിയൽ ബോംബിംഗ് നടത്തുന്നു, പിന്നീട് ഗ്രൗണ്ട് ഫോഴ്സ് അവിടെ ലാൻഡ് ചെയ്യുന്നു. പിന്നെ താലിബാൻ പെട്ടെന്ന് നോൺ കൺവെൻഷണൽ വാർഫെയറിലേക്ക് മാറുകയാണ് ചെയ്യുന്നത്. ദീർഘകാലം അവർ യുദ്ധം ചെയ്യുന്നു. അവസാനം അമേരിക്കയ്ക്ക് നാണം കെട്ട് അവിടെ തിരിച്ചു പോരേണ്ടി വരുന്നു. താലിബാൻ തന്നെ അവിടെ കാബൂൾ ഇൻസ്റ്റാൾ ചെയ്യപ്പെടുന്നതാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ആ ഒരു എൻഡ്യൂറൻസ് തീർച്ചയായിട്ടും ഒരു പക്ഷേ അഫ്ഗാനികളെക്കാൾ കൂടുതൽ ആ ഒരു എൻഡ്യൂറൻസ് കാണിക്കാനുള്ള സാധ്യത ഇറാനികൾക്കാണുള്ളത്. അപ്പോൾ അതൊരു നോൺ കൺവെൻഷണൽ വാർഫെയറിലേക്ക് പോവുകയും ദീർഘകാലത്തേക്കുള്ള ഒരു യുദ്ധമായിട്ട് പരിണമിക്കുകയും ചെയ്യുക എന്നുള്ളതായിരിക്കും ട്രംപ് പറഞ്ഞതുപോലെ ഒരു കരയുദ്ധത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് സംഭവിക്കുക. എന്ത് തന്നെ പറഞ്ഞാലും ട്രംപ് ഇപ്പോൾ ആഗ്രഹിക്കുന്നത് പോലെയുള്ള വളരെ ഏകപക്ഷീയമായ കീഴടങ്ങൽ, ഞാൻ പ്രസിഡന്റ്, എനിക്ക് ഈ നേതാക്കന്മാരൊന്നും എനിക്കിഷ്ടമായിട്ടില്ല, ഞാൻ ഇഷ്ടമുള്ള ആളുകളെ ഞാൻ സെലക്ട് ചെയ്യുമെന്നൊക്കെയാണ് ട്രംപ് പറയുന്നത്. അത് ഇറാൻ്റെ കാര്യത്തിൽ സംഭവിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നേയില്ല. അതായത് അഫ്ഗാന് സമാനമായൊരു ടെറൈൻ ഇറാനിലുണ്ട്. അപ്പോൾ ഈ നോൺ കൺവെൻഷണൽ വാർഫെയറിൽ അത് അവർക്ക് അഡ്വാൻറ്റേജ് ആവുന്നതാണോ? ടെറൈൻ്റെ മാത്രം പ്രശ്നമല്ല ജിംസ്, ഒരു ജനതയുടെ ആത്മവീര്യം എന്നുള്ളത് വളരെ പ്രധാനമാണല്ലോ. ഒരു ജനതയെ ഇപ്പം അവിടുത്തെ ഡൊമസ്റ്റിക് സെനാരിയോ അമേരിക്കക്ക് അനുകൂലമാണെങ്കിൽ അത് ഒരുപക്ഷെ അമേരിക്ക എളുപ്പം കാര്യങ്ങൾ തീർക്കാമെന്ന് വിചാരിക്കാം. അപ്പോൾ സദാം ഹുസൈൻ്റെ കാര്യത്തിൽ ഒരു കണക്കിന് അമേരിക്ക വിജയിക്കുന്നതിൻ്റെ കാരണം സദാം ഹുസൈൻ സ്വന്തം ജനതയ്ക്കിടയിൽ വെറുക്കപ്പെട്ടൊരു നേതാവായിരുന്നു എന്നുള്ളൊരു വസ്തുതയാണ്. അതല്ല ഇറാൻ്റെ കാര്യം. ഇറാൻ ഓഫ് കോഴ്സ് ഇറാനിലെ സംവിധാനം മാറണമെന്നും അല്പം കൂടെ ജനാധിപത്യവൽക്കരിക്കപ്പെടണമെന്നും ആഗ്രഹിക്കുന്ന വലിയൊരു വിഭാഗം അവിടെയുണ്ട്. അതേസമയം പുറത്തുനിന്നുള്ള ഒരു ശക്തി തങ്ങളെ ആക്രമിക്കുകയും തങ്ങളെ കീഴടക്കാൻ ശ്രമിക്കുകയും ചെയ്യുകയാണെങ്കിൽ അവർക്കെതിരെ ചെറുത്തു നിൽക്കുക എന്നുള്ളത് ഇറാൻ്റെ ദേശീയ നാഷണൽ ഐഡൻറ്റിറ്റിയുടെ ഭാഗമാണ്. അപ്പോൾ അതിൽ ടെറൈൻ ഓഫ് കോഴ്സ് അമേരിക്കയെ സംബന്ധിച്ച് അവർക്ക് അപരിചിതമായുള്ളൊരു ടെറൈനാണ്. അതിൻ്റെ പ്രശ്നങ്ങൾ അവർക്കുണ്ടാവും. പക്ഷേ ടെറൈൻ അല്ല അതിലെ ഘടകം. ഇറാൻ എന്ന് പറയുന്ന ജനതയാണ്. ആ ജനതയെ നമുക്ക് അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റില്ല. അല്ല, ഇത്രയധികം പ്രൊട്ടസ്റ്റൊക്കെ ആ ഭരണകൂടത്തിനെതിരെ ഉണ്ടായിട്ടും ആ പ്രൊട്ടസ്റ്റുകളെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ട അടിസ്ഥാനപരമായ കാര്യം ഈ പ്രൊട്ടസ്റ്റുകളുടെ സ്വഭാവം എന്തായിരുന്നു എന്നുള്ളത്, അതിലെ പാർട്ടിസിപ്പേഷൻ എന്താണെന്നുള്ളത് പാശ്ചാത്യ മാധ്യമങ്ങൾ തന്ന ചിത്രങ്ങൾ മാത്രമാണ് നമ്മുടെ മുമ്പിലുള്ളത്. പ്രൊട്ടസ്റ്റുകൾ ഉണ്ടായിരുന്നു, പക്ഷേ അതേക്കാളോ വലിയ തോതിലുള്ള മാസ് പാർട്ടിസിപ്പേഷനുള്ള ഭരണാനുകൂല റാലികൾ അവിടെ ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു, ഇറാനിലെ സംവിധാനത്തെക്കുറിച്ച് അവിടുത്തെ സിസ്റ്റം മാറണം എന്നുള്ള കാര്യത്തിൽ ആ ജനതയിൽ അഭിപ്രായമുള്ള നല്ലൊരു ശതമാനം ആളുകളുണ്ട്. അതേസമയം അതിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ അത് പുറത്തു നിന്നുള്ള ഒരു വിഭാഗം അത് അടിച്ചേൽപ്പിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇറാനിയൻ ജനത കൂടുതൽ കൊഹസീവാവും, കൂടുതൽ ഐക്യദാർഢ്യത്തോടുകൂടി അതിനെതിരെ നിൽക്കും. ഇത് നമ്മൾ 1979 വിപ്ലവത്തിന് ശേഷമുള്ളൊരു സെനാരിയോ ആയിട്ട് ഇതിനെ താരതമ്യം ചെയ്യണം. 1979 ഇസ്ലാമിക് റവല്യൂഷന് ശേഷം ഈ ബനി സദറാണ് അവിടുത്തെ ആദ്യത്തെ പ്രസിഡൻ്റായിട്ട് വരുന്നത്. ഈ ബനി സദർ ഇന്ന് നമ്മൾ കാണുന്ന സ്വഭാവത്തിലുള്ള മത പൗരോഹിത്യത്തിന്, ഈ വിലായത്തെ ഫക്കീഹ് എന്ന് പറയുന്ന സ്വഭാവത്തിലുള്ള ഭരണ സംവിധാനത്തിനെതിരായിട്ടുള്ള ആളായിരുന്നു. അല്പം കൂടെ ഒരു ഓപ്പൺ ഡെമോക്രസി, ഒരു ലിബറൽ ഡെമോക്രസി, ഇസ്ലാമിക് വാല്യൂസ് ഉള്ളതോടൊപ്പം തന്നെ ഡെമോക്രാറ്റിക്കായുള്ള ഒരു ഭരണ സംവിധാനം വേണമെന്ന് ആഗ്രഹിക്കുന്ന ആളായിരുന്നു അവിടുത്തെ ആദ്യത്തെ പ്രസിഡന്റ് തന്നെ, ബനി സദർ തന്നെ. അദ്ദേഹം ഖുമൈനിയുമായി അതിൽ അഭിപ്രായ വ്യത്യാസമുള്ള ആളായിരുന്നു. അവരുടെ ഭരണ സംവിധാനത്തിൽ വലിയ തോതിലുള്ള ഡിവിഷൻ ഈ വിഷയത്തിലുണ്ടായിരുന്നു. എന്ന് മാത്രമല്ല, ഈ വിപ്ലവത്തിൻ്റെ ഭാഗമായിട്ടുള്ള മറ്റു പല ഫോഴ്സസ്, ഈ ലിബറൽ ഇസ്ലാമിസ്റ്റ് ഫോഴ്സസുണ്ട്, അതുപോലെ ഇടതുപക്ഷ ശക്തികളുണ്ട്. അവരുടെ എല്ലാം വോയിസ് ആ ഇറാനിയൻ പൊളിറ്റിക്കൽ സിസ്റ്റത്തിൽ തന്നെ വളരെ ശക്തമായി നിലനിൽക്കുന്ന സമയത്താണ്
ഇറാനെ ആ വിപ്ലവത്തെയും ഇറാനെയും തകർക്കാൻ വേണ്ടി സദാം ഹുസൈൻ്റെ നേതൃത്വത്തിൽ യുദ്ധം ആരംഭിക്കുന്നത്. ആ യുദ്ധം ആരംഭിച്ചതോടെ എന്താണ് സംഭവിക്കുന്നത് ചോദിച്ചാൽ ഖുമൈനിയുടെ പിടി മുറുകയാണ് ചെയ്യുന്നത്. ഖുമൈനി എന്താണ് ആഗ്രഹിച്ചത് ആ സ്വഭാവത്തിൽ ഇറാനെ കൊണ്ടുപോകാനാണ് അതിലൂടെ സാധിച്ചത്. സെയിം പാറ്റേണാണ് ഇവിടെയും സംഭവിച്ചിരിക്കുന്നത്. ഇറാനിൽ പരിഷ്കരണം ആവശ്യമുണ്ടെന്ന് വിചാരിക്കുന്ന വലിയൊരു വിഭാഗം ജനങ്ങളുണ്ട്. അവർ പരിഷ്കരണത്തിന് വേണ്ടി ശബ്ദമുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അതിനിടയിലാണ് പുറത്തുനിന്നുള്ള ഇടപെടലുണ്ടാകുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അത്തരം പരിശ്രമങ്ങളുടെ വേഗം കുറയുകയും ഒരു ജനസമൂഹം എന്നുള്ളതിൽ അവർ കൂടുതൽ ഐക്യദാർഢ്യത്തോടു കൂടി കൂടുതൽ കൊഹസീവായിട്ട് പുറത്തുനിന്നുള്ള ശക്തിക്കെതിരായിട്ട് ഒന്നിച്ച് നിൽക്കുകയാണ് ചെയ്യുക.